ഹായ് ഡിയേഴ്സ്, ഈ ഒരു വീഡിയോയിൽ ഗൈഡൻസ് സർവീസ് പ്രോഗ്രാംസ് അതുമായി എത്തരത്തിലാണ് അല്ലെങ്കിൽ എന്തെല്ലാം റോളാണ് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാഫിനും ഉള്ളതെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈഡൻസ് സർവീസ് പ്രോഗ്രാംസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ട് കഴിഞ്ഞു. ഗൈഡൻസ് സർവീസ് പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗ്രൂപ്പ് ഓഫ് പ്ലാൻഡ് ആൻഡ് സ്ട്രക്ചേർഡ് ആക്ടിവിറ്റീസ് ആണ് അല്ലേ. അതിൽ നമുക്കറിയാം 6 സർവീസ് പ്രോഗ്രാംസ് ആണ് ആക്ച്വലി നടക്കുന്നത്. ഓറിയൻറ്റേഷൻ സർവീസ് മുതൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പുതിയതായി ഒരു കുട്ടി ചേരുന്ന അന്ന് മുതൽ അല്ലെങ്കിൽ ചേരുന്നതിന് തൊട്ട് മുന്നേ മുതൽ ആ പുതിയ ഇൻസ്റ്റിറ്റ്യൂഷനിലെ കോഴ്സസിനെ കുറിച്ചും അവിടുത്തെ ഫീസ് സ്ട്രക്ചറിനെ കുറിച്ചും അവിടുത്തെ പ്രൊവിഷൻസിനെ കുറിച്ചും എല്ലാം സംസാരിച്ചുകൊണ്ട് ഓറിയൻറ്റേഷൻ സർവീസ് ആരംഭിക്കുന്നു. അത് കഴിഞ്ഞ് പ്യൂപ്പിൾ ഇൻവെൻട്രി സർവീസ്, അതായത് അവരുടെ ഡാറ്റ കളക്ട് ചെയ്ത് അവരുടെ എബിലിറ്റീസ് എന്താണെന്ന് അറിയുന്നു. നെക്സ്റ്റ് വൺ ഇസ് കൗൺസിലിംഗ് സർവീസ്, ആവശ്യക്കാർക്ക് അവരുടെ എബിലിറ്റീസ് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ കണ്ടെത്തി വേണ്ടുന്ന തരത്തിലുള്ള കൗൺസിലിംഗ് കൊടുക്കുന്നു. നെക്സ്റ്റ് വൺ ഇസ് ഒക്കുപേഷണൽ ഇൻഫർമേഷൻ സർവീസ്, അവരുമായിട്ട് റിലേറ്റ് ചെയ്ത സ്കിൽസ് അറിയുക മാത്രമല്ല ഒക്കുപേഷണൽ വേക്കൻസീസ് അറിഞ്ഞുകൊണ്ട് ആ കുട്ടികൾക്ക് അതിനുള്ള സ്കോപ്പ് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഇസ് പ്ലേസ്മെൻറ്റ് സർവീസ്, അവർക്ക് പ്ലേസ്മെൻറ്റിനുള്ള അവസരങ്ങൾ ഒരുക്കുന്നു. നെക്സ്റ്റ് ഇസ് ഫോളോ അപ്പ് സർവീസ്, ദാറ്റ് ഇസ് എ ലാസ്റ്റ് സർവീസ്, ഫോളോ അപ്പ് സർവീസ്. അവിടെ എന്താ ആക്ച്വലി നടക്കുന്നത്, അതായത് സ്കൂളിൽ നിന്ന് പാസ് ഔട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവരിൽ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ, അവർക്ക് എത്ര പേർക്ക് അവിടെ ജോബ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്, എത്ര പേര് വേറെ മേഖലയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സർവേ നടത്തുന്നതാണ് ഫോളോ അപ്പ് സർവീസ് നടത്തുന്നത്. അപ്പോൾ ഇത്തരം ഒരു സർവീസ് പ്രോഗ്രാം അല്ലെങ്കിൽ ഗൈഡൻസ് സർവീസ് പ്രോഗ്രാംസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു സ്കൂളിൽ ശരിക്കും ഒരുപാട് റോളുണ്ട്. അവിടുത്തെ ടീച്ചിങ് സ്റ്റാഫിനും അതുപോലെ പ്രിൻസിപ്പലിനും ബാക്കി കൗൺസിലറിനും എല്ലാം. അപ്പോൾ അതിലെ ഓരോ റോളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഇസ് റോൾ ഓഫ് പ്രിൻസിപ്പൽ. നമുക്കറിയാം ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിലും ഇത്തരം ഒരു പ്രോഗ്രാം എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ റോളുള്ളത് പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററാണ്. കാരണം ഹി ഡിസൈഡ്സ് ഇഫ് ഇറ്റ് നീഡ്സ് ടു ബി ഇംപ്ലിമെൻറ്റഡ്. അങ്ങനെ ഒരു പ്രോഗ്രാമിൻ്റെ ആവശ്യത്തിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയേണ്ടുന്നതും അതേപോലെ തന്നെ ആ ഒരു പ്രോഗ്രാം കറക്റ്റായിട്ട് നടത്താൻ വേണ്ടുന്ന എല്ലാ സപ്പോർട്ട് കൊടുക്കേണ്ടതും പ്രിൻസിപ്പൽ തന്നെയാണ്. സോ അദ്ദേഹത്തിൻ്റെ റോൾ വരുന്നത് ഫസ്റ്റ് വൺ യൂസ് പ്രൊവൈഡ് ഫെസിലിറ്റീസ് ടു ഗൈഡൻസ് വർക്കേഴ്സ്. ഈ ഗൈഡൻസ് വർക്കേഴ്സിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ആദ്യം അദ്ദേഹം ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇസ് ഫോർമുലേറ്റിംഗ് പോളിസീസ്. ഈ ഒരു ഗൈഡൻസ് പ്രോഗ്രാം നടക്കാൻ വേണ്ടുന്ന പോളിസീസ്, പുതിയ വല്ല പോളിസീസും ആവശ്യമുണ്ടെങ്കിൽ അത്തരം പോളിസീസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നു. സെക്കൻഡ് വൺ ഇസ് ഫോർമുലേറ്റിംഗ് പോളിസീസ്. നെക്സ്റ്റ് വൺ ഇസ് അസൈനിങ് ഡ്യൂട്ടീസ് ടു ഗൈഡൻസ് സ്റ്റാഫ്. ഗൈഡൻസ് സ്റ്റാഫിന് വേണ്ടുന്ന ഡ്യൂട്ടീസ് കൊടുക്കുകയാണ്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ ഓരോ ടീച്ചേഴ്സിനെ നമ്മൾ ചിലപ്പോൾ ഈ ഗൈഡൻസ് കമ്മിറ്റിയിൽ സെലക്ട് ചെയ്യും. അപ്പോൾ ഈ ഗൈഡൻസ് കമ്മിറ്റിയിൽ സെലക്ട് ചെയ്യുന്ന ടീച്ചേഴ്സിന് അതായത് ഡ്യൂട്ടീസ് കൊടുക്കും. ഓരോ ടീച്ചേഴ്സിനും ഇന്നതൊക്കെ ഡ്യൂട്ടീസ്. ഇപ്പോൾ ഫസ്റ്റ് ഓറിയൻറ്റേഷൻ സർവീസിന് കുറച്ച് സ്റ്റാഫിന് ഡ്യൂട്ടീസ് അസൈൻ ചെയ്തു. കുറച്ച് പേർക്ക് ഡാറ്റ കളക്ഷൻ, ഡാറ്റ സ്റ്റുഡൻസിൻ്റെ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടുന്ന ഡ്യൂട്ടി ആയിരിക്കും വേറെ സ്റ്റാഫിനെ ഏർപ്പെടുത്തുന്നത്. നെക്സ്റ്റ് വൺ, കുറച്ച് സ്റ്റാഫിന് നമ്മൾ ഒക്കുപേഷണൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് എവിടെയെല്ലാം വേക്കൻസീസ് ഉണ്ട് എന്നുള്ള ഡാറ്റ കളക്ട് ചെയ്യാൻ വേറെ സ്റ്റാഫിനെ നമ്മൾ ഏർപ്പെടുത്തും. അങ്ങനെ അസൈനിങ് ഡ്യൂട്ടീസ്. നെക്സ്റ്റ് ഈസ് എൻകറേജിങ് ടീച്ചേഴ്സ് ടു അറ്റൻഡ് സ്പെഷ്യൽ ഗൈഡൻസ് കോഴ്സസ് ആൻഡ് സെമിനാർസ്. നമുക്കറിയാം നമ്മളെപ്പോലുള്ള ടീച്ചേഴ്സിന്, B.ed കഴിഞ്ഞ ടീച്ചേഴ്സിന് തന്നെ ഗൈഡൻസ് സർവീസ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യാം. പക്ഷേ അത്തരം പ്രോഗ്രാംസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ കൂടുതൽ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിനൊക്കെ സഹായിക്കും. അതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ കോഴ്സ് അല്ലെങ്കിൽ സെമിനാർസ് എല്ലാം അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ എപ്പോഴും ടീച്ചേഴ്സിനെ പുറത്തുനിന്നാണെങ്കിലും വേറെ യൂണിവേഴ്സിറ്റി തലത്തിലോ ഏതെങ്കിലും ഗൈഡൻസ് സംബന്ധമായ കോഴ്സ് സെമിനാർസ് വരുമ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ മസ്റ്റായിട്ടും അവരെന്നെ മോട്ടിവേറ്റ് ചെയ്യണം. ആൻഡ് ഹി ഷുഡ് അഡ്ജസ്റ്റ് ടീച്ചേഴ്സ് വർക്ക് ലോഡ് ടു ഇൻക്ലൂഡ് ദിയർ ഗൈഡൻസ് ഡ്യൂട്ടീസ്. അപ്പോൾ നമുക്കറിയാം ഓരോ ടീച്ചേഴ്സിന് ഗൈഡൻസ് ഡ്യൂട്ടീസ് കൊടുക്കുമ്പോൾ, ഇപ്പോൾ ഓറിയൻറ്റേഷൻ സർവീസിന് കുറച്ച് പേർക്ക് ഡ്യൂട്ടീസ്, ഒക്കുപേഷണൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ കുറച്ച് പേർക്ക്, അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ടീച്ചേഴ്സിൻ്റെ വർക്ക് ലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ, അവരുടെ ടൈം ടേബിളിൽ അതിനനുസരിച്ച് വർക്ക് ലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടുന്നതും പ്രിൻസിപ്പൽ ചെയ്യണം. നെക്സ്റ്റ് ഇസ് ഹി ഷുഡ് ഫോം എ ഗൈഡൻസ് കമ്മിറ്റി ടു സ്റ്റഡി ദ സ്കൂൾസ് ഗൈഡൻസ് നീഡ്സ്. ഓരോ കുട്ടികൾക്കും പല നീഡ്സ് ആയിരിക്കും. അതേപോലെ ഒരു ക്ലാസ്സിനും ചിലപ്പോൾ സെപ്പറേറ്റ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കുട്ടികളുടെ നീഡിനനുസരിച്ചും ഒരു ഗൈഡൻസ് നീഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കൂൾ ഗൈഡൻസ് കമ്മിറ്റി എപ്പോഴും ഫോം ചെയ്യണം. ദെൻ ഈസ് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ടു ക്യാരിയിങ് ഔട്ട് ദ റെക്കമെൻഡേഷൻസ് ഓഫ് ഗൈഡൻസ് കമ്മിറ്റി. അപ്പോൾ ഈ ഗൈഡൻസ് കമ്മിറ്റി ആക്ച്വലി എന്തായിരിക്കും, സ്റ്റുഡൻസിൻ്റെ നീഡ്സിനെ കുറിച്ചിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ നീഡ്സ് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോൾ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടുന്ന എന്ത് റെക്കമെൻഡേഷനാണോ, എന്തൊരു സൊല്യൂഷനാണോ ഗൈഡൻസ് കമ്മിറ്റി കണ്ടുപിടിക്കുന്നത്, ആ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ആ സൊല്യൂഷൻ അതേപോലെ ചെയ്യാൻ നമ്മുടെ പ്രിൻസിപ്പലിന് സാധിക്കണം. ദെൻ മോട്ടിവേറ്റ് എൻ്റെ സ്റ്റാഫ് ടു ടേക്ക് പാർട്ട് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ സ്കൂൾ ഗൈഡൻസ് പ്രോഗ്രാം. കുറച്ച് സ്റ്റാഫിന് മാത്രം നമ്മൾ ഡ്യൂട്ടി കൊടുത്തിട്ടുള്ളൂ എങ്കിലും ബാക്കി എല്ലാ സ്റ്റാഫിനോടും ഈ ഒരു ഗൈഡൻസ് കമ്മിറ്റിയോടും അല്ലെങ്കിൽ ഗൈഡൻസ് സർവീസ് പ്രോഗ്രാംസിന് മുഴുവൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം എല്ലാ സ്റ്റാഫിനെയും ഒരുമിച്ച് കൂട്ടാൻ
അദ്ദേഹത്തിന് സാധിക്കണം. ദെൻ മൊബിലൈസ് റിസോഴ്സസ്, മണി, മാൻ പവർ, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടൈം. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലൊരു പ്രോഗ്രാം എല്ലാം നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും മണി മാറ്റേഴ്സ്, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് വരാം. അപ്പോൾ അവിടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് തന്നെ ഇതിന് വേണ്ടുന്ന ബഡ്ജറ്റ് അല്ലെങ്കിൽ ഇതിന് വേണ്ടുന്ന പൈസ, മണി അദ്ദേഹം തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരിക്കണം. അതേപോലെ അതിന് വേണ്ടുന്ന വേറെ റിസോഴ്സസ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് നമുക്ക് ടെസ്റ്റ് എല്ലാം വേണ്ടിവരും. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എല്ലാം ചെയ്യുകയാണെങ്കിൽ DATB, അതുപോലെ വേറെ ഇൻവെൻട്രീസ്, ചെക്ക് ലിസ്റ്റ്. അപ്പോൾ അത്തരത്തിലുള്ള റിസോഴ്സസ് എല്ലാം ഈ റിസോഴ്സസും അതുപോലെ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് അതെല്ലാം പ്രൊവൈഡ് ചെയ്യണം. ദെൻ ഇഗ്നൈറ്റ് ദ മൈൻഡ് ഓഫ് യങ്സ്റ്റേഴ്സ് ആൻഡ് ഇൻസ്പയർ ലീഡർഷിപ്പ്. ഇഗ്നൈറ്റ് ദ മൈൻഡ്സ് ഓഫ് യങ്സ്റ്റേഴ്സ്, ഈ പുതിയ തലമുറയുടെ മനസ്സുകളെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാനും അവരെ ഇൻസ്പയർ ചെയ്യാനും അദ്ദേഹത്തിന് സാധിക്കണം. കോൺസ്റ്റിറ്റ്യൂട്ട് ആൻഡ് കൺവീൻ ഗൈഡൻസ് കമ്മിറ്റി പീരിയോഡിക്കലി. റിക്രൂട്ട് കൗൺസിലറിനെ റിക്രൂട്ട് ചെയ്യേണ്ട സാഹചര്യത്തിൽ റിക്രൂട്ട് ചെയ്യണം. ആൻഡ് കീപ് ദ പാരൻസ് ഇൻഫോംഡ് അബൌട്ട് ഗൈഡൻസ് ആക്ടിവിറ്റീസ് ഓഫ് ദ സ്കൂൾ. പാരൻസിന് ഈ കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും അവരുമായിട്ടൊരു കോൺടാക്റ്റ് ഉണ്ടാവണം. അവരോടും ഇവിടെ നടക്കുന്ന പ്രോഗ്രാംസ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ് കംസ് ദ റോൾ ഓഫ് എ ടീച്ചർ. അപ്പോൾ ഇതുവരെ നമ്മൾ സംസാരിച്ചത് പ്രിൻസിപ്പലിൻ്റെ റോളിനെ കുറിച്ചായിരുന്നു. ഇനി ടീച്ചറിൻ്റെ റോൾ എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ പ്രിൻസിപ്പലിനോടൊപ്പം തന്നെ കോപ്പറേറ്റ് ചെയ്യേണ്ടവരാണ് അവിടുത്തെ ഓരോ ടീച്ചേഴ്സും. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്താണ് പീപ്പിൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. അല്ലെ, ഓരോ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സർവീസ് പ്രോഗ്രാംസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ നീഡ്സ്, കുട്ടികളുടെ ഇൻട്രസ്റ്റ്, കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ്സ് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് വേണം എപ്പോഴും ഗൈഡൻസ് സർവീസ് പ്രോഗ്രാംസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ. അതുകൊണ്ട് കളക്ടിങ് പീപ്പിൾ ഇൻഫർമേഷൻ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഫസ്റ്റ് ടീച്ചറിൻ്റെ ഒന്നാമത്തെ ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. കളക്ടിങ് പീപ്പിൾ ഇൻഫർമേഷൻ ആൻഡ് മെയിൻറ്റെയിനിങ് ക്യുമുലേറ്റീവ് റെക്കോർഡ് കാർഡ്സ് ആൻഡ് അനക്ഡോട്ടൽ റെക്കോർഡ്സ്. ക്യുമുലേറ്റീവ് റെക്കോർഡ്സ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്യുമുലേറ്റീവ് റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് എഡ്യൂക്കേഷണൽ പ്രോഗ്രസ് അതിന് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കാർഡ് ഫോമാണ് ശരിക്കും ക്യുമുലേറ്റീവ് കാർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈം ബൈ ടൈം, അതായത് ഓരോ കുട്ടി ഓരോ ക്ലാസ്സിലും നടത്തുന്ന പ്രോഗ്രസ് മൊത്തമായിട്ട് ഈ ഒരു ക്യുമുലേറ്റീവ് കാർഡ് കണ്ടു കഴിയുമ്പോൾ അവൻ്റെ കംപ്ലീറ്റ് പ്രോഗ്രസ്സിനെ കുറിച്ച് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലൊരു കാർഡ് മെയിൻറ്റെയിൻ ചെയ്യണം ടീച്ചേഴ്സ്. ദെൻ സ്റ്റഡി ദ നീഡ്സ്, ഇൻട്രസ്റ്റ്, എബിലിറ്റീസ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് ഈ ചൈൽഡ്. നമ്മുടെ ക്ലാസ്സിലുള്ള ഓരോ കുട്ടിയുടെയും അവൻ്റെ എബിലിറ്റീസ്, പ്രോബ്ലംസ് എല്ലാം നമ്മൾ മനസ്സിലാക്കുക. ദെൻ ഒബ്സർവിങ് സ്റ്റുഡൻസ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ക്ലാസ് റൂം ആൻഡ് ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം ബിഹേവിയർ ആൻഡ് അതർ ഡീവിയേഷൻസ് ഇൻ ദ നോർമൽ ഡെവലപ്മെൻറ്റ്. ക്ലാസ്സിൻ്റെ ഉള്ളിൽ മാത്രമല്ല ക്ലാസ്സിൻ്റെ പുറത്തും കുട്ടികളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾ എങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത് ആ കാര്യങ്ങളെക്കുറിച്ചും ടീച്ചേഴ്സ് കറക്റ്റായിട്ട് അറിയണം. ആൻഡ് നെക്സ്റ്റ് കംസ് അസസിങ് ദ കപ്പാസിറ്റീസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് ഓഫ് ദ പീപ്പിൾ. സെയിം, അവരുടെ അച്ചീവ്മെൻറ്റ്സ്, കപ്പാസിറ്റീസ് അതിനെ തിരിച്ചറിയാം. ദെൻ ടു ബി റെസ്പോൺസിബിൾ ഫോർ ദി മോറൽ ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ആൻഡ് ഓൾസോ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് വൈഡ് റേഞ്ച് ഓഫ് ഇൻട്രസ്റ്റ്, പങ്ക്ച്വാലിറ്റി എക്സെട്ര. മോറൽ ഡെവലപ്മെൻറ്റ്, കുട്ടികളിലുള്ള നന്മയെ തിരിച്ചറിയണം, അവരിൽ നല്ല കുറേ മൂല്യങ്ങൾ ഉണ്ടാക്കാനും ഇതുപോലെ സാധിക്കും. ദെൻ മെയിൻ്റനൻസ് ഓഫ് അനക്ഡോട്ടൽ ആൻഡ് ക്യുമുലേറ്റീവ് റെക്കോർഡ്സ്. ഏർലിയർ വി ഡിസ്കസ് അബൌട്ട് ക്യുമുലേറ്റീവ് റെക്കോർഡ്സ്. അനക്ഡോട്ടൽ എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ബിഹേവിയർ. ഇപ്പോൾ ചില കുട്ടികൾക്ക് ചില എന്തെങ്കിലും സ്പെസിഫിക് പ്രോബ്ലം ബിഹേവിയർ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നല്ലൊരു ബിഹേവിയർ ആയിരിക്കാം. എന്തൊരു തരത്തിലുള്ള ബിഹേവിയർ ആണെങ്കിലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്, ആ സ്പെഷ്യൽ ബിഹേവിയറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു സ്റ്റോറി ടൈപ്പ് റെക്കോർഡ് ചെയ്യുന്നതാണ് അനക്ഡോട്ടൽ റെക്കോർഡ് എന്നുള്ളതിൽ ഉദ്ദേശിക്കുന്നത്. ദെൻ സെൻഡിങ് ഇൻഫർമേഷൻ ടു പ്രിൻസിപ്പൽ ആൻഡ് പാരൻസ്. പിന്നെ കുട്ടിയെക്കുറിച്ച് ഓരോന്നും അറിയുമ്പോൾ ഈ ഇൻഫർമേഷൻ, കുട്ടിയിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങൾ പാരൻസിനെയും പ്രിൻസിപ്പലിനെയും കറക്റ്റായിട്ടുള്ള ടൈമിൽ അറിയിക്കേണ്ടതും ടീച്ചറുടെ ഉത്തരവാദിത്വമാണ്. ദെൻ പ്രൊവൈഡിങ് സ്പെഷ്യൽ പ്രോഗ്രാം ഫോർ ഗിഫ്റ്റഡ് ആൻഡ് ബാക്ക്വേർഡ് ചിൽഡ്രൻ. നമ്മളുടെ ക്ലാസ്സിലുള്ള ഗിഫ്റ്റഡ് ചിൽഡ്രൻ, അതുപോലെ ബാക്ക്വേർഡ് ചിൽഡ്രൻ, സ്ലോ ലേണേഴ്സ്, ഇവരെ നമുക്കാണ് ഏറ്റവും ഫസ്റ്റ് തിരിച്ചറിയാൻ പറ്റുക. അപ്പോൾ അവർക്ക് വേണ്ടി സ്പെഷ്യൽ പ്രോഗ്രാംസ് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യണം. ദെൻ പ്രിപ്പയറിങ് കേസ് ഹിസ്റ്ററീസ് ഓഫ് പ്രോബ്ലം ചിൽഡ്രൻ. കേസ് സ്റ്റഡീസ് നമ്മൾ നടത്തും. അത് തന്നെ പ്രോബ്ലം ചൈൽഡിനെ കാണുമ്പോൾ നമ്മൾ അവരുടെ കേസ് ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കൂടുതലായിട്ട് അവർ എന്തുകൊണ്ട് അങ്ങനെ അവരുള്ളൊരു ബിഹേവിയറൽ ഡിസോർഡർ വന്നേന്നുള്ള കാര്യം ചിലപ്പോൾ കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് അത്തരം കേസ് ഹിസ്റ്ററീസ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ദെൻ ഹെൽപ്പിംഗ് പീപ്പിൾസ് ടു സെക്യൂർ ഒക്കുപേഷണൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻഫർമേഷൻ ഓഫ് ഓൾ സോർട്സ്. ഒക്കുപേഷണൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻഫർമേഷൻ അതായത് അവർ പഠിച്ചു കഴിയുമ്പോൾ അവർക്ക് പഠനത്തെക്കുറിച്ച്, ഉയർന്ന പഠനത്തെക്കുറിച്ചിട്ടുള്ളതും അതേപോലെ അതിനുശേഷം അവർ ഏത് തരത്തിലുള്ള മേഖലയിലേക്ക് പോകണം, ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് എങ്ങനെ പോകണം, അതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതുപോലെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ദെൻ ഹെൽപ്പിംഗ് ദ പീപ്പിൾസ് ടു മേക്ക് ബെറ്റർ പേഴ്സണൽ ആൻഡ് സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ്. ക്ലാസ്സിൽ നമ്മൾ എഡ്യൂക്കേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നത് പോലെ അല്ല, മാത്രമല്ല നമ്മളൊരു ജോബ്, അവരുടെ പേഴ്സണൽ സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ് എല്ലാം മനസ്സിലാക്കേണ്ടതും അവരെ അഡ്ജസ്റ്റ് ചെയ്യാൻ അവരെ സഹായിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വമാണ്. ദെൻ ഹെൽപ്പിംഗ് പീപ്പിൾസ് ഇൻ മേക്കിംഗ് എഡ്യൂക്കേഷണൽ ആൻഡ് വൊക്കേഷണൽ പ്ലാൻസ് അക്കോർഡിംഗ് ടു ദി ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് എബിലിറ്റീസ്. അവരുടെ എബിലിറ്റീസിന് അനുസരിച്ചിട്ട്
ആ എബിലിറ്റീസിനനുസരിച്ചിട്ട് വേണം അവർ പിന്നീട് ഹയർ സ്റ്റഡീസ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുള്ള ഒരു ഗൈഡൻസും കൂടി നമ്മൾ കൊടുക്കണം. ദെൻ ടു ഹെൽപ്പ് പീപ്പിൾസ് ഇൻ മേക്കിംഗ് ഹെൽത്തി റിലേഷൻഷിപ്പ്, നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ അവരെ സഹായിക്കണം. ടു ഹെൽപ്പ് സ്റ്റുഡൻസ് ഇൻ മെയിൻറ്റെയിനിങ് ഡിസിപ്ലിൻ. ഓക്കെ, ദീസ് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് എ ടീച്ചർ. നെക്സ്റ്റ് കംസ് ദ റോൾ ഓഫ് എ സ്കൂൾ കൗൺസിലർ. അപ്പം ഇത് പ്രിൻസിപ്പൽ ടീച്ചേഴ്സ് ഡ്യൂട്ടി. ഇത് കഴിയുമ്പോൾ ശരിക്കും രണ്ട് പേരുടെ കൂടി മെയിനായിട്ടുള്ള ഡ്യൂട്ടീസ് ഈ ഗൈഡൻസ് സർവീസ് പ്രോഗ്രാംസിൽ ആവശ്യമാണ്. ഒന്ന് സ്കൂൾ കൗൺസിലർ, പിന്നെ ഒന്ന് വരുന്നത് സ്കൂൾ സൈക്കോളജിസ്റ്റ്. സ്കൂൾ കൗൺസിലർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അല്ലെങ്കിൽ ഗൈഡൻസ് മാസ്റ്റർ എന്ന് പറയാം. അപ്പോൾ ഒരു ഗൈഡൻസ് എക്സ്പേർട്ട് എന്ന് പറയുമ്പോൾ ആക്ച്വലി നമുക്കും ഒരു ഗൈഡൻസ് എക്സ്പേർട്ട് ആവാം. അതായത് സ്പെഷ്യൽ സബ്ജക്റ്റ് എക്സ്പേർട്ടിന് ഗൈഡൻസ് എക്സ്പേർട്ടായിട്ട് മാറാം. പക്ഷേ സ്കൂൾ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ശരിക്കും അത് നെക്സ്റ്റ് റോളാണ് സ്കൂൾ സൈക്കോളജിസ്റ്റ്. സ്കൂൾ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഈ ഒരു പ്രോഗ്രാം അണ്ടർഗോൺ ചെയ്ത, അതായത് ഈ ഗൈഡൻസ് സർവീസ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഗൈഡൻസ് കോഴ്സസ് എല്ലാം കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്ത ഒരാളായിരിക്കും എപ്പോഴും സൈക്കോളജിസ്റ്റ് ആവാൻ നല്ലത്. കാരണം ഞാൻ ആദ്യം പറഞ്ഞിരുന്നത് പോലെ TA TB അതുപോലെയുള്ള സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റുകൾ നടത്താൻ എപ്പോഴും അത്ര ഒരു സൈക്കോളജിസ്റ്റിനെ കൊണ്ടാണ് കറക്റ്റായിട്ട് നടത്താൻ സാധിക്കുള്ളൂ. സോ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്കൂൾ കൗൺസിലറിൻ്റെ റോളാണ്. അവിടെ വരുന്നത് പ്രൊവൈഡ് പ്രൊഫഷണൽ ലീഡർഷിപ്പ് ടു ദ അതർ മെമ്പേഴ്സ് ഓഫ് ദ ടീം. ഹി ഷുഡ് സ്റ്റിമുലേറ്റ്, ഇനിഷ്യേറ്റ് ആൻഡ് ഓർഗനൈസ് ദ വേരിയസ് ഗൈഡൻസ് സർവീസ് ആൻഡ് പ്ലാൻ ഔട്ട് ദ ഡീറ്റെയിൽസ്. അപ്പോൾ ലീഡർഷിപ്പ് കൊടുക്കുക ബാക്കി മെമ്പേഴ്സിനെന്ന് മാത്രമല്ല, ബാക്കി ഗൈഡൻസ് സർവീസ് പ്രോഗ്രാംസിൽ നമുക്കറിയാം 6 സ്റ്റെപ്സ് ആയിട്ട് വരുന്നുണ്ട്. ആ ഓരോ പ്രോഗ്രാംസിനും വേണ്ടുന്ന പ്ലാൻ കറക്റ്റായിട്ട് ഡിസൈഡ് ചെയ്യുന്നതും സ്കൂൾ കൗൺസിലറാണ്. ദെൻ പ്രിപ്പയറിംഗ് ഡീറ്റെയിൽ പ്ലാൻ ഓഫ് ഗൈഡൻസ് വർക്ക് ഫോർ ഈച്ച് ഇയർ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ പ്രിൻസിപ്പൽ ആൻഡ് അതർ മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റാഫ്. അപ്പോൾ തനിച്ചൊരു പ്ലാൻ എപ്പോഴും അദ്ദേഹത്തിന് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കില്ല. പ്രിൻസിപ്പലിൻ്റെയും അതുപോലെ ബാക്കി ടീച്ചേഴ്സിനോടും കൺസൾട്ട് ചെയ്തതിന് ശേഷം ഓരോ കൊല്ലവും നടത്തേണ്ട ഗൈഡൻസ് വർക്കിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ പ്ലാൻ അദ്ദേഹം പ്രിപ്പയർ ചെയ്യണം. ആൻഡ് നെക്സ്റ്റ് ഈസ് ഹെൽപ്പിംഗ് അതർ ടീച്ചേഴ്സ് ഇൻ ക്യാരിങ് ഔട്ട് വേരിയസ് ഗൈഡൻസ് ഫങ്ഷൻസ്. ബാക്കി ടീച്ചേഴ്സിനെ ഇതുപോലെ ഗൈഡൻസ് ഡ്യൂട്ടീസ്, അവരുടെ ഡ്യൂട്ടീസ് ചെയ്യാൻ സഹായിക്കണം. ഇപ്പോൾ ഈ പറഞ്ഞ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഈ സെക്കൻഡ് സർവീസ്, അതായത് ഒരു പ്യൂപ്പിൾ ഇൻവെൻട്രി സർവീസ്, നമുക്കറിയാം സെൽഫ് അപ്രൈസൽ, കുട്ടികളിൽ നിന്ന് ഡാറ്റ കളക്ഷൻ. അപ്പോൾ എങ്ങനെ ഈ പ്യൂപ്പിൾ ഇൻവെൻട്രി നടത്തും, കുട്ടിയിൽ നിന്നും എങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ശരിക്കും നല്ല ഇൻഫർമേഷൻ ആർക്ക് കൊടുക്കാൻ സാധിക്കും? ഈ സ്കൂൾ കൗൺസിലറിന് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അതിനനുസരിച്ച് ടീച്ചേഴ്സിന് ഡാറ്റ കളക്ട് ചെയ്യാം. ദെൻ കളക്ടിങ് ഒക്കുപേഷണൽ മെറ്റീരിയൽസ് അറേഞ്ച് ഫോർ ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഫയലിംഗ്. ഇനിയിപ്പോൾ ചിലപ്പോൾ ഒരു സ്റ്റാഫായിരിക്കും ഒക്കുപേഷണൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രൊവൈഡ് ചെയ്ത മെറ്റീരിയൽസ് അതിനെ കറക്റ്റായിട്ട് കളക്ട് ചെയ്ത് സോർട്ട് ചെയ്ത്, എല്ലാം ആവശ്യം ചിലപ്പോൾ വരില്ല, അപ്പോൾ സോർട്ട് ചെയ്ത് ആവശ്യമുള്ളത് എടുത്ത് അറേഞ്ച് ചെയ്യുന്നത് ഫയൽ ചെയ്യുന്നതും ഇദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ്. ദെൻ ഡിസമിനേറ്റ് ഒക്കുപേഷണൽ ഇൻഫർമേഷൻ ഇൻ ഗ്രൂപ്പ് ഗൈഡൻസ് ആയിട്ട് നമുക്കറിയാം വൊക്കേഷണൽ ഗൈഡൻസ് കൊടുക്കുമല്ലോ, അത് തന്നെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡിസമിനേറ്റ് ഒക്കുപേഷണൽ ഇൻഫർമേഷൻ, അതായത് ഗ്രൂപ്പ് ഗൈഡൻസിലൂടെ പുതിയ കാരിയർ ഇൻഫർമേഷൻ കൊടുക്കുക. അപ്പോൾ എവിടെയെല്ലാം വേണം വേക്കൻസീസ് വരുന്നത് അത്രയും ഇൻഫർമേഷൻ കൊടുക്കേണ്ടതും സ്കൂൾ കൗൺസിലറിൻ്റെ ഡ്യൂട്ടിയാണ്. ദെൻ അറേഞ്ച് കാരിയർ കോൺഫറൻസസ്, കാരിയർ എക്സിബിഷൻസ്, കാരിയർ ഡിസ്പ്ലേസ്, ഫിലിം ഷോസ് എക്സെട്ര. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പ് ഗൈഡൻസ് പ്രോഗ്രാംസിൽ കുറച്ച് തരങ്ങളാണ് കാരിയർ കോൺഫറൻസ്, കാരിയർ എക്സിബിഷൻസ് എല്ലാം. അപ്പോൾ അത്തരം പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യുന്നതും ഈ ഒരു സ്കൂൾ കൗൺസിലറാണ്. ഇവിടെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. കാരിയർ ടോക്ക് അതുപോലെ കാരിയർ കോൺഫറൻസ്, ഇത് രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരിയർ ടോക്ക് ആൻഡ് കാരിയർ കോൺഫറൻസ്. കാരിയർ ടോക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും ഗ്രൂപ്പായിട്ട് തന്നെയാണ് രണ്ടും പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന് വേണ്ടി നമ്മൾ ഒരു പെർട്ടിക്കുലർ കാരിയറിൻ്റെ നേച്ചർ, ആ ഒരു പെർട്ടിക്കുലർ കാരിയറിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ, അതിന് എന്തെല്ലാം ട്രെയിനിങ് വേണം, അതിലെ സാലറി എന്തായിരിക്കും, അതിന് പ്രൊമോഷൻ ഫെസിലിറ്റീസ് ഉണ്ടോ, അതില്ലെങ്കിൽ ബാക്കി ബെനിഫിറ്റ്സ് എന്തെല്ലാമാണ്, അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ശരിക്കും കാരിയർ ടോക്ക്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു പുറത്തുനിന്ന് ഒരു പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരാളിനെ നമ്മൾ കൊണ്ടുവന്ന് അദ്ദേഹത്തെ കൊണ്ടായിരിക്കും ഈ ഒരു ഡിസ്കഷൻ എല്ലാം നടത്തുന്നത്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കും നടക്കുക. കാരിയർ കോൺഫറൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു വ്യത്യാസം വരുന്നത് എന്താ വെച്ചാൽ, കാരിയർ കോൺഫറൻസിൽ ശരിക്കും ഇതും ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി തന്നെയാണ്, പക്ഷെ അവിടെ അപ്പോൾ കാരിയർ ടോക്കും കാരിയർ കോൺഫറൻസും തമ്മിലുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ. കാരിയർ ടോക്ക് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഫഷനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുക. കാരിയർ കോൺഫറൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രൊഫഷനെ കുറിച്ച്, ആ ഓരോ പ്രൊഫഷനിലെയും
ഓരോ മേഖലയിലുള്ള എക്സ്പേർട്സിനെ കൊണ്ടുവന്ന് അവരെല്ലാം അതാത് മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്, അതാത് മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ, അതുപോലെ എവിടെയൊക്കെ ജോബ് വേക്കൻസി, അതിൻ്റെ സാലറി, പ്രൊമോഷൻ ഫെസിലിറ്റീസ്, അങ്ങനെ ഒരുപാട് മേഖലയിൽ നിന്നുള്ള ആളുകൾ വന്ന് സംസാരിക്കുന്നതാണ് കാരിയർ കോൺഫറൻസ്. കാരിയർ ടോക്ക് എന്ന് പറയുമ്പോൾ ഒരൊറ്റ പ്രൊഫഷനിനെ മാത്രം സംബന്ധിച്ചുകൊണ്ട് അതിലൊരു എക്സ്പെർട്ട് വന്ന് സംസാരിക്കുന്നതായിരിക്കും കാരിയർ ടോക്ക്. അപ്പോൾ അത്തരത്തിലുള്ള പ്രോഗ്രാംസ് എല്ലാം അറേഞ്ച് ചെയ്യുന്നതും നമ്മുടെ സ്കൂൾ കൗൺസിലറിൻ്റെ തന്നെ ഡ്യൂട്ടിയാണ്. ഇനി നെക്സ്റ്റ് വരുന്നത്, assume the responsibility for counseling of all those pupils who need individual assistance. He should refer students having the problems he cannot handle to experts. അപ്പം ചില സമയങ്ങളിൽ ചിലപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലംസ് വരുമ്പോൾ എക്സ്പേർട്സിനെ കൊണ്ടുവന്ന്, അതായത് ഗൈഡൻസ് എക്സ്പേർട്സിനെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ വേറെ കൗൺസിലേഴ്സിനെ കൊണ്ടുവന്ന് ആ കുട്ടികളെ മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കേണ്ടതാണ്. ദെൻ മെയിൻറ്റെയിൻ ലയസൺ വിത്ത് എംപ്ലോയ്മെൻറ്റ് ഏജൻസീസ് ആൻഡ് ടു ഹെൽപ്പ് ഇൻ ദ പ്ലേസ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ്. ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഈ കൗൺസിലറിന് ബാക്കി പുറത്തുള്ള ഏജൻസീസുമായിട്ട് ഒരു നല്ല ബന്ധം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് അവിടെയുള്ള ജോബ് വേക്കൻസീസിനെ കുറിച്ചെല്ലാം അപ്പോൾ അപ്ഡേറ്റഡ് ആവാൻ അദ്ദേഹത്തിന് സാധിക്കുള്ളൂ. എങ്കിൽ മാത്രമേ അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും അവർക്ക് പ്ലേസ്മെൻറ്റിന് ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുള്ളൂ. ദെൻ അഡ്വൈസ് സ്റ്റുഡൻസ് ആൻഡ് ദെയർ പാരൻസ് ഇൻ മാറ്റേഴ്സ് ഓഫ് കരിക്കുലർ ആൻഡ് ഒക്കുപേഷണൽ ചോയ്സസ് ആൻഡ് പ്ലാൻസ്. ഇതുപോലെ തന്നെ സ്റ്റുഡൻസിന് മാത്രമല്ല പാരൻസിനും ചില സമയത്ത് കൊണ്ടുവന്ന് ഒരു കോൺഫറൻസ് മോഡിൽ എല്ലാവരെയും ഇരുത്തിക്കൊണ്ട് അവർക്ക് ഒക്കുപേഷണൽ ചോയ്സസിൽ എന്തെല്ലാം ചെയ്യണം, അല്ലെങ്കിൽ ഭാവി പ്ലാൻസ് എന്തെല്ലാം എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും സ്കൂൾ കൗൺസിലർ ശ്രമിക്കേണ്ടതാണ്. നെക്സ്റ്റ് കംസ് റോൾ ഓഫ് സ്കൂൾ സൈക്കോളജിസ്റ്റ്. ഇവിടെ ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യം സംസാരിച്ചതുപോലെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് ചെയ്യാൻ, സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എല്ലാം ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരാളായിരിക്കണം എന്നുള്ളതാണ് സ്കൂൾ സൈക്കോളജിസ്റ്റിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഇവിടെ അദ്ദേഹം ചെയ്യുന്ന ഡ്യൂട്ടീസ് ടു നോ ദ ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ്, കപ്പാസിറ്റീസ് ആൻഡ് മെൻ്റൽ ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ സ്റ്റുഡൻസ്. ഓരോ കുട്ടിയിലെ ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ് നമ്മൾ ടീച്ചർ കണ്ടുപിടിക്കുന്നതിനും കുറച്ചുകൂടി ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് നടത്തി കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റിലയബിലിറ്റി ഉണ്ടായിരിക്കും ആ ഒരു സ്കോറിന്. അപ്പോൾ ഒരു ടീച്ചർ നടത്തുന്ന ടെസ്റ്റും ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റ് നടത്തുന്ന ടെസ്റ്റും തമ്മിലുള്ള അങ്ങനെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. കാരണം ഒരു ടീച്ചർ സാധാരണ ഒരു ടെസ്റ്റ് നടത്തി അതിൽ നിന്നും കുട്ടിയുടെ ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡും കണ്ടെത്തുമ്പോൾ അതിനുവേണ്ടി ആക്ച്വലി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും എപ്പോഴും സൈക്കോളജിസ്റ്റ് ഇത്തരത്തിലുള്ള ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ടെസ്റ്റിൻ്റെ സ്കോർസ് അല്ലെങ്കിൽ ടെസ്റ്റ് റിസൾട്ട്സ് എന്ന് പറയുമ്പോൾ ഹൈലി റിലയബിൾ ആയിരിക്കും. ദെൻ കംസ് ടു അനലൈസ് ദ പ്രോബ്ലം കേസസ് ആൻഡ് ഹെൽപ്പ് ദം ഇൻ ദിയർ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇതുപോലെ എന്തെങ്കിലും പ്രോബ്ലം സ്റ്റുഡൻസ് വരുമ്പോൾ അവരെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന എങ്ങനെ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു സഹായം അദ്ദേഹം ചെയ്തു കൊടുക്കേണ്ടതാണ്. ദെൻ ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ് അണ്ടർ അച്ചീവ്മെൻറ്റ് ആൻഡ് സ്കോളാസ്റ്റിക് ബാക്ക്വേർഡ്നെസ്. നമുക്കറിയാം അണ്ടർ അച്ചീവേഴ്സ് അല്ലെങ്കിൽ സ്ലോ ലേണേഴ്സ്, അവരെ കണ്ടെത്തി അവരുടെ പ്രോബ്ലംസിൽ നിന്നും അവർ പ്രോബ്ലംസ് തരണം ചെയ്ത് അവർക്ക് കറക്റ്റായിട്ടൊരു നല്ല സക്സസ് കിട്ടാനും സഹായിക്കണം. ദെൻ ടു ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ് സോഷ്യലി ഡീവിയൻറ്റ് ചിൽഡ്രൻ. അപ്പോൾ ശരിക്കും ഡയഗ്നോസിങ് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട്. കാരണം ഇത്തരത്തിലുള്ള ടെസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കറക്റ്റായിട്ട് ഇങ്ങനെ ഒരു ചെക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ പേഴ്സണൽ ഇൻ്റർവ്യൂസിൽ കൂടെ തന്നെ ഇത്തരം സൈക്കോളജിസ്റ്റിന് ഇത്തരത്തിലുള്ള കുട്ടികളെ കണ്ടെത്താനും അവരുടെ പ്രോബ്ലംസ് കറക്റ്റായിട്ട് മനസ്സിലാക്കാനും സാധിക്കും. ദെൻ ടു അഡ്മിനിസ്റ്റർ ആൻഡ് ഇൻ്റർപ്രറ്റ് ഗ്രൂപ്പ് ആൻഡ് ഇൻഡിവിജ്വൽ ടെസ്റ്റ്. ഗ്രൂപ്പ് ടെസ്റ്റ്, ഇൻഡിവിജ്വൽ ടെസ്റ്റ്, അതുപോലെ ഗ്രൂപ്പ് ഇൻ്റലിജൻസ് ടെസ്റ്റ് ഉണ്ട്, ഇൻഡിവിജ്വൽ ഇൻ്റലിജൻസ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇൻ്റലിജൻസിൻ്റെ ആണെങ്കിലും ആപ്റ്റിറ്റ്യൂഡിൻ്റെ ആണെങ്കിലും എന്തിൻ്റെ ആണെങ്കിലും ഇത്തരത്തിലുള്ള സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റുകൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതും സൈക്കോളജിസ്റ്റ് ആയിരിക്കണം. ദെൻ ടു കണ്ടക്ട് റിസർച്ച് ഫോർ ബെനിഫിറ്റ് ഓഫ് സ്കൂൾ കമ്മ്യൂണിറ്റി. അതേപോലെ തന്നെ റിസർച്ച് ഫെസിലിറ്റീസ്, കൂടുതൽ ഓരോ പ്രോബ്ലംസ് വരുമ്പോൾ അതിനെ ശാസ്ത്രീയമായിട്ട് കൈകാര്യം ചെയ്യാനും ആ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനും സ്കൂൾ സൈക്കോളജിസ്റ്റ് ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.